നോക്കുക, കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ പ്രമാണത്തെ കുറിച്ച് പറയുകയാണ്. ആമേൻ സ്തോത്രം. അവൻ എന്ത് ചെയ്യണം? ആമേൻ പുരോഹിതന്റെ അടുത്ത് കൊണ്ടുവരണം. അപ്പോൾ തന്നെ പാളയത്തിനകത്ത് അവന് പ്രവേശനമില്ല. പാളയത്തിനകത്ത് അകത്ത് നിൽക്കുന്ന പുരോഹിതൻ പാളയത്തിന് പുറത്ത് കുഷ്ഠരോഗിയുടെ അടുക്കൽ ചെല്ലണം. സ്തോത്രം. നോക്കണം, കുഷ്ഠരോഗിയായി തനിച്ചു പാർക്കുന്നവരെ എവിടെ കൊണ്ടുവരണം? പാളയത്തിന് പുറത്ത് കൊണ്ടുവരുമ്പോൾ പാളയത്തിനകത്തു നിന്ന് പുരോഹിതൻ എന്ത് ചെയ്യുകയാണ്? ആമേൻ കുഷ്ഠരോഗിയുടെ അടുക്കലേക്ക് കടന്നു പോവുകയാണ്. കുഷ്ഠരോഗി പാപിക്കും, പുരോഹിതൻ ക്രിസ്തുവിനും നിഴൽ. കുഷ്ഠരോഗി പാപിക്കും, പുരോഹിതൻ ക്രിസ്തുവിനും നിഴൽ. പാപിയായ മനുഷ്യരെ ശുദ്ധീകരിക്കുക, അവനെ ശുദ്ധനാക്കി മാറ്റുവാൻ സ്തോത്രം പുരോഹിതനാകുന്ന കർത്താവ് പിതാവിന്റെ സന്നിധി വിട്ട് അവൻ താണലോകത്തിലേക്ക് ഇറങ്ങി വരുവാനിടയായി. അതാണ് പുരോഹിതൻ പാളയത്തിന് പുറത്തേക്ക് വരണമെന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പഴയ നിയമത്തിന്റെ പ്രമാണമാണ്. പാപത്തിന്റെ കുറ്റം നിറയപ്പെട്ട ഒരുവനെ ശുദ്ധിയുള്ളവനാക്കി മാറ്റുവാൻ അവൻ പാളയത്തിന് പുറത്തു വരുമ്പോൾ പാളയത്തിനകത്തു നിന്ന് പുരോഹിതൻ അവന്റെ അടുക്കലേക്ക് വരണം. അതേ പാപത്തിന്റെ കുറ്റം നിറഞ്ഞ ഭാവിയായ മനുഷ്യനെ തേടി അവനെ ശുദ്ധീകരിക്കുവാൻ, അവനെ വീണ്ടെടുത്ത് ദൈവസഭയ്ക്കകത്ത് അംഗമാക്കി തീർക്കേണ്ടതിന് പിതാവിനോടുകൂടെ ഇരുന്ന് തന്റെ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി അവൻ തന്നെ താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി ഈ ലോകത്തിലേക്ക് വന്നത് എന്റെയും നിന്നെയും ശുദ്ധിയുള്ളവരാക്കി മാറ്റുവാൻ വേണ്ടിയാണ്. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. എന്നിട്ട് അവിടുത്തെ പ്രമാണം എന്താണ്? നമ്മളവിടെ വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. വായിക്കാം അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ. പുരോഹിതനൊരു പക്ഷിയെ ഒരു മൺപാത്ര ഉറവ് വെള്ളത്തിന്മീതെ അറുക്കുവാൻ കൽപ്പിക്കണം. ജീവനുള്ള പക്ഷിയെ ദേവദാരു, ചുവപ്പുനൂൽ, ഈസോപ്പ് എന്നിവ അവൻ എടുത്ത് ഇവയെയും ജീവനുള്ള പക്ഷിയെയും ഉറവ വെള്ളത്തിന്മീതെ അറുത്ത പക്ഷിയുടെ രക്തത്തിൽ മുക്കി കുഷ്ഠശുദ്ധീകരണം കഴിക്കുവാനുള്ളവന്റെ മേൽ 7 പ്രാവശ്യം തളിച്ച് അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. ഇനി വളരെ ശ്രദ്ധിക്കണം. കർത്താവ് പ്രമാണം കൊടുക്കുകയാ, ഒരു കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിന്റെ പ്രമാണം. 2 പക്ഷികളെ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. പക്ഷികളെ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ള പക്ഷികളെ അല്ല. സാധാരണയായി യാഗത്തിനായി ഉപയോഗിക്കപ്പെടുന്ന പക്ഷി പ്രാവാണ്. എന്തിനാണ്? പ്രാവാണ്. അപ്പൊ 2 പ്രാവിനെ കൊണ്ടുവരിക, 2 പക്ഷിയെ കൊണ്ടുവരികയാ. ഒരു പക്ഷി ക്രിസ്തുവിന് സാദൃശ്യവും ഒരു പക്ഷി പാപിയായ കുഷ്ഠരോഗിക്ക് സാദൃശ്യവുമാണ്. അവിടെ വന്നിട്ട് വായിച്ചത് സ്തോത്രം. നോക്കുക, ഒരു മൺപാത്ര ഉറവയുടെ മീതെ വെച്ച് അതിന് എന്ത് ചെയ്യണം? ഒരു പക്ഷിയെ അറുക്കണം. അതായത് കർത്താവായ യേശു ക്രിസ്തു എടുത്ത മൺശരീരത്തെ, മനുഷ്യത്വത്തെ കാണിക്കുകയാണ് ഈ മൺ ഉറവ. ശ്രദ്ധിച്ച് ഗ്രഹിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഒരു പക്ഷിയാണ് അറുക്കുന്നത്. അതിനെവിടെയാണ് അറുക്കേണ്ടത്? മൺപാത്ര ഉറവയുടെ മുകളിൽ അറുക്കണം. ഈ മൺപാത്രം എന്ന് പറയുന്നത് യേശുവിന്റെ മനുഷ്യത്വത്തെ കാണിക്കുകയാണ്. യേശു കർത്താവ് മനുഷ്യരൂപമെടുത്ത് ഈ താണലോകത്തിലേക്ക് കടന്നു വന്നതിനെ കാണിക്കുകയാണ്. യേശുവിന്റെ മനുഷ്യരീരത്തെ കാണിക്കുകയാണ്. അടുത്തതായി നമ്മൾ വായിക്കുന്നത് അതിനെ ഉറവ് വെള്ളത്തിൽ ഉറവ് വെള്ളത്തിൽ അതിന്റെ രക്തം കലരുന്നു, അല്ലെ? അതിൽ മുക്കിയാണ് പുറത്തേക്ക് വിടുന്നത്. ഉറവ് വെള്ളത്തിൽ ഈ അറുക്കപ്പെടുന്ന പക്ഷിയുടെ രക്തം ഈ ഉറവ് വെള്ളത്തിൽ പകരപ്പെടുകയാണ്. യേശു മരിച്ചപ്പോൾ യേശുവിന്റെ ചങ്കിൽ നിന്ന് നമുക്കറിയാം, രക്തം മാത്രമല്ല അവന്റെ വിലാപ്പുറത്തു നിന്ന് വെള്ളവും ഒഴുകിയെന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. രക്തം ജീവൻ പ്രദാനം ചെയ്യുമ്പോൾ വെള്ളം ആത്മാവിനെ പ്രദാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ജീവനും ആത്മാവിനെയും നമുക്ക് വേണ്ടി നൽകപ്പെടുവാനിടയായി. ഹല്ലേലൂയ. നോക്കണമേ, സ്തോത്രം. രക്തത്തിൽ ഭാവി കഴിവ് പ്രാപിക്കുന്നതിന് അവൻ അശുദ്ധിയിൽ നിന്ന് വിടുവിക്കപ്പെടുകയാണ്. ഇനി ഒരു കാര്യം കൂടെ, ഒരു മർമ്മം കൂടെ പറയാം.
ഇവിടെ രണ്ട് പക്ഷികളെ കൊണ്ടുവരുമ്പോൾ അവൻ ഒരെണ്ണത്തിനെ അറുക്കുന്നു. ഒരെണ്ണത്തിനെ അറുക്കപ്പെട്ട പക്ഷിയുടെ രക്തത്തിലും വെള്ളത്തിലും മുക്കി വെച്ച് അതിനെ പറത്തിവിടുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുമോ? അവൻ ഒരെണ്ണം അറുക്കപ്പെടുകയാണ്, ഒരെണ്ണം ജീവിക്കപ്പെടുകയാണ്. ആമേ സ്തോത്രം. ഇന്ന് പകലത്തിന്റെ മർമ്മമെന്ത്? ആമേ കാൽവറിയുടെ കുലക്കളത്തില് പാപത്തിന്റെ പ്രായശ്ചിത്തം എന്നവണ്ണം മാനവരാശിയുടെ പാപപരിഹാരത്തിന് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആമേ കാൽവറിയുടെ മുകളില് ആമേ സ്വന്തം തോളിൽ തലചായിച്ചുകൊണ്ട് അവസാനത്തോട് രക്തവും വെള്ളവും നമുക്കായി ഒഴുകിയ യേശു കർത്താവിനെ കാണിക്കുകയാ. ഒരെണ്ണം മരിക്കുന്നു, ഒരെണ്ണം ജീവിക്കുന്നു. അത് യേശു നമുക്ക് വേണ്ടി മരണപ്പെടുവാനിടയാ. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ജീവിക്കുന്നു. എത്ര വ്യക്തി മകൾക്കാല വിശ്വാസത്തോടെ ആമേ സന്തോഷത്തോടെ പ്രത്യാശയോടെ വിളിച്ചു പറയാൻ കഴിയും, പാപത്തിന്റെ ശമ്പളം എന്ന മരണം ഞാൻ ഏൽക്കേണ്ടിയ സ്ഥാനത്ത് അവൻ എനിക്ക് വേണ്ടി മരിക്കുവാനിടയാ. അവൻ മരിച്ചതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. അവൻ അറുക്കപ്പെട്ടതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. അവന്റെ രക്തത്താൽ എനിക്ക് ശുദ്ധീകരണമുണ്ട്. അവന്റെ രക്തത്താൽ എനിക്ക് പാപപരിഹാരമുണ്ട്. എന്റെ പാപത്തിന്റെ കുറ്റത്തിന്റെ അത് ശുദ്ധിയുള്ളതായി തീരുവ യേശു എനിക്ക് വേണ്ടി കാൽവരിയിൽ ഫലമയാഗമായി തീരുവാനിടയായി. അഭിമാനത്തോടെ പറയാൻ കഴിയാം, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത്, ഞാൻ അറുക്കപ്പെടേണ്ട സ്ഥാനത്ത് അമ്മ മൺമുറയുടെ മേൽ വെച്ച മൺമുറയുടെ മേഖലയിൽ വെച്ച അതേ ഒരു പക്ഷി അറുക്കപ്പെടുകയാണ്. ആ മൺശരീരത്തിൽ വെച്ച ഒരു പക്ഷി അറുക്കപ്പെടുകയാണ്. യേശു നമുക്ക് വേണ്ടി മരണപ്പെടുവാനിടയ. അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യാശത്തോടെ നമുക്ക് എടുക്കുവാൻ കഴിയോ? ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് യേശു മരിച്ചു. അവൻ എനിക്ക് പകരക്കാരനായി മാറി. ഹല്ലേലൂയ. പാപത്തിന്റെ കുഷ്ഠം പിടിക്കപ്പെട്ട മാനവരാശിയുടെ ശുദ്ധീകരണത്തിനായി പഴയ നിയമത്തിലൊരു വ്യവസ്ഥയും ഒരു പ്രമാണം കൊടുത്തു. ശ്രദ്ധിക്കുക, 2 പക്ഷികളെ തിരഞ്ഞെടുക്കണം. ഒരെണ്ണത്തിനെ അറക്കണം, ഒരെണ്ണത്തിനെ അതിൽ മുക്കി പുറത്തേക്ക് വിടണം. സ്വാതന്ത്ര്യത്തോടെ അത് പറന്നു പോകട്ടെ. പാപത്താൽ ശ്രദ്ധിക്കണം, പാപത്താൽ വിധിക്കപ്പെട്ടെന്ന പാപത്തിന്റെ ശമ്പളം എന്ന മരണത്തിന് വിധിക്കപ്പെട്ടെന്ന ഓരോരുത്തരും അവനവന്റെ പാപത്തിന്റെ ശിക്ഷയെ അനുഭവിക്കേണ്ട സ്ഥാനത്ത് സകല മാനവരാശിയുടെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിന് കാൽവറിയുടെ കുലക്കളത്തിൽ യേശു തകർക്കപ്പെടുവാനിടയാ. യെശയ്യാവ് 53 വായിക്കുന്നത് അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്ന അവൻ പിതാവാകുന്ന ദൈവം ഹല്ലേലൂയ അവൻ സ്വത്രം മൺമുറയുടെ മുകളിൽ വെച്ചൊരു പ്രാവിനെ അറുത്തതുപോലെ അവൻ മൺശരീരം എടുത്തു വന്ന യേശുവിനെ കാൽവറിയുടെ മണ്ണിൽ വെച്ച് അവൻ യേശു മരണപ്പെടുവാനിടയാ. ആ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നാം വിശുദ്ധരായി മാറിയപ്പോൾ സ്വാതന്ത്ര്യത്തോടെ അവൻ നമ്മെ പറഞ്ഞയക്കുവാനിടയായി. ഞാൻ വാക്കുകൾക്ക് ഇവിടെ വിരാമം ഇടട്ടെ. സ്തോത്രം. ആമേൻ. പ്രൈസലോട്. ഇവിടെ ആമേൻ 14:8 മുതൽ വായിക്കുമ്പോൾ ശുദ്ധീകരണം പ്രാപിച്ചവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ കാണുന്നു. അവിടെ ഒന്നാം നമ്മൾ വായിക്കുന്നത് അവൻ കുളിക്കണം. 2 വസ്ത്രം ആമേൻ മാറണം, വസ്ത്രത്തെ ശുദ്ധീകരിക്കണം. അതായത് രക്തത്തിൽ അങ്കിയെ വെളുപ്പിക്കണം. വെളിപ്പാട് 7:14 കുഞ്ഞാടിന്റെ രക്തത്താൽ തങ്ങളുടെ അങ്കികളെ അലക്കി വെളുപ്പിച്ചവൻ ഭാഗ്യവാൻ. അടുത്ത് നമ്മൾ വായിക്കുന്ന അവിടെ രോമം ക്ഷൗരം ചെയ്യണം. കുഷ്ഠത്തിൽ കൂടി കിളർത്തു വരുന്ന രോമം ഭാവിയിൽ വളർത്തിയിരിക്കുന്ന പാപ സ്വഭാവത്തെ കാണിക്കുകയാണ്. ഈ സ്വഭാവത്തിന് മോചനം ഉണ്ടാകണം. ഹല്ലേലൂയ. അടുത്ത് നമ്മൾ വായിക്കുന്നത് ആമേ സ്തോത്രം ഈ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ആമേ ചില വസ്തുതകളാണ്. ഒന്നാമതായി അവിടെ വായിക്കുന്നത് ദേവദാരു എന്നൊരു വസ്തുത കാണുവാൻ കഴിയും. ദേവദാരു യേശുവിന്റെ ക്രൂശിനെ കാണിക്കുകയാണ്. പ്രിയസല്ലോ. രണ്ടാമതായി അവിടെ ചുവപ്പ് നൂൽ എന്നൊരു ഭാഗം കാണുവാൻ കഴിയും. ആമേൻ. കാൽവറിയിൽ ചൊരിയപ്പെട്ട യേശുവിന്റെ രക്തത്തെ പ്രതിദാനം ചെയ്യുന്നു ചുവപ്പ് നൂൽ. ആമേൻ. അടുത്ത് നമ്മൾ വായിക്കുന്നത് ഈ സോപ്പ് ചെടി ആമേൻ വിശ്വാസത്തെ കാണിക്കുന്നു. അതായത് ആമേൻ ക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരം ആമേൻ ദൈവത്തിന്റെ വിലയേറിയ സ്നേഹം വിശ്വാസത്താൽ ആമേൻ നമ്മുടെ ഹൃദയങ്ങളിൽ അനുഭവിക്കുന്നതിനെയാണ് ഈ സോപ്പ് കാണിക്കുന്നത്. ഇത്രയൊക്കെ മനസ്സിലായി? സമയത്തിന്റെ പരിമിതിക്കകത്ത് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. യേശു മരിച്ചു, അതുകൊണ്ട് ഞാൻ നിങ്ങളും ജീവിക്കുന്നു.
പാപത്താൽ പാളയത്തിന് പുറത്താക്കപ്പെട്ട നമ്മെ, അധരം മൂടി തനിച്ചു പാർക്കപ്പെട്ടതായ നമ്മെ, ആരോരുമില്ലാതിരുന്ന നമ്മെ അവൻ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് സഭയ്ക്കകത്ത് കൊണ്ടുവന്നു. അതേ പാപത്താൽ പാപത്തിന്റെ കുഷ്ഠമേറ്റ മിരിയ പാളയത്തിനകത്ത് വന്നാലേ സഭയ്ക്ക് പുറപ്പെടുവാൻ കഴിയുകയുള്ളൂ. ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കാം, മാനസാന്തരപ്പെടേണ്ടത് മാനസാന്തരപ്പെടാൻ, മടങ്ങി വരേണ്ടവർക്ക് മടങ്ങി വരാം. നമ്മയും കാത്ത് സഭ അല്ലെങ്കിൽ സ്വർഗം കാത്തിരിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ എന്ന് പകലിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. പാപിയായ മനുഷ്യനാണ് നാം, എന്നാൽ അവിടെ നിന്ന് ദൈവം നമ്മെ വീണ്ടെടുക്കുവാനിടയായി. പാപത്തിന്റെ കുഷ്ഠം നമ്മിൽ നിന്ന് അവൻ മാറ്റി. ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ?